ഹായ്, ഇന്നിവിടെ കറണ്ട് ഇല്ല കേട്ടോ. അതുകൊണ്ട് പപ്പായ പുളിങ്കറി കേട്ടോ, പാലക്കാടൻ രീതിയിൽ വെക്കണേ. ഞാൻ അതാ പരിപ്പ് ഇട്ടിട്ടുണ്ട്, പപ്പായ മുറിച്ചതിട്ടിട്ടുണ്ട്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഴുത്ത പപ്പായയാണ് കേട്ടോ പുളിങ്കറി വെക്കാൻ സൂപ്പർ. ഞാൻ അതാ നമ്മുടെ പപ്പായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന്. നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കണേ. പുളിങ്കറി അല്ലേ, വല്ലാണ്ട് വേണ്ട, കുറച്ച് മതി. തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതാ നമ്മുടെ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കണം, ഉലുവ ഇട്ട് കൊടുക്കണം, വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പിൻ്റെ ഇലയും വറുത്തിട്ട് കൊടുക്കണേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇവിടെ അങ്ങനെ ആരും വെക്കില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പാലക്കാടൻ രീതിയാണ്, അടിപൊളി ടേസ്റ്റ് ആട്ടോ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇന്നിപ്പോൾ അതാട്ടോ നമുക്കൊന്ന് ഉച്ചയ്ക്കുള്ള കറി. കൂടെ നമ്മൾ സോയാബീൻ പൊരിച്ചതുണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. ഇവിടെ രാവിലെ കറണ്ട് പോയത്, അതുകൊണ്ടൊന്നും ഇപ്പോൾ കറണ്ട്